കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി മസ്ജിദ് നിർമ്മിക്കുന്നതായി ആക്ഷേപം. പന്നൂർ കരണ്ടോം തൂക്ക് ജുമാത്ത് പള്ളിക്കെതിരെയാണ് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുമ്പോഴും മസ്ജിദിന്റെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തീകരിച്ചു. വളരെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിർമ്മാണം, അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് അല്ലേ? തീർച്ചയായും KP, ഈ 140ഓളം വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ കരന്തോത്തുമുക്ക് ജുമാ മസ്ജിദ് പള്ളി. ഈ പള്ളി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മുത്തവല്ലിമാരായിരുന്നു. ഈ പള്ളിയിലൂടെ നടക്കുന്ന കത്തിടപാടുകൾ മറ്റുമൊക്കെ തന്നെ, അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മുത്തവല്ലിമാരായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു പള്ളി കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഈ പള്ളി കമ്മിറ്റി ഈ മുത്തവല്ലിമാരെ ഈ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണെന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടവർ പരാതി നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഈ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ പള്ളിയുടെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് അത് അനുമതിയില്ലാതെയാണ് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് ഈ പള്ളിയുടെ ഇത്തരത്തിലുള്ള നിർമ്മാണം അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അവഗണിച്ച് വീണ്ടും പള്ളിയുടെ അറ്റകുറ്റപ്പണികളും അടക്കം നടത്തുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മാത്രമല്ല, ഈ പള്ളിയുടെ എല്ലാ കാര്യവും നോക്കിയിരുന്ന, പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന ഈ മുത്തവല്ലിമാരെ പള്ളിയുടെ കാര്യങ്ങളിൽ നിന്ന് നീക്കിയതും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവർ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പള്ളിയുടെ നിർമ്മാണം അത് അനധികൃതമാണെന്ന വാർത്ത പുറത്തു വരുമ്പോഴും സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് നൽകിയിട്ടും പ്രവൃത്തി നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് തന്നെ തിരക്കിട്ട് ഈ പള്ളിയുടെ ഒരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ചത്, ഇന്ന് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പരാതിയിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലീസും അല്ലെങ്കിൽ നിയമ സംവിധാനവും ഈ പള്ളി കമ്മിറ്റിക്ക് സംഘാടകർക്ക് സഹായം നൽകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണോ നടത്തിയത്? അതായത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മുത്തവല്ലിമാരും അതുപോലെ തന്നെ ഒരു വിഭാഗവും ഒക്കെ തന്നെ കളക്ടറെ അടക്കം ഈ പരാതികളുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖകൾ സഹിതം കളക്ടറെ അടക്കം ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പോലീസും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ടും പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അനധികൃത നിർമ്മാണമാണ് നടക്കുന്നത്, സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളും വസ്തുതകളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ ഈ പള്ളിയുടെ ഈ ഉദ്ഘാടനം ഇന്ന് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരാതി നൽകുകയും കളക്ടർക്കടക്കം പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് മറ്റ് ആളുകൾ പറയുന്നത്. KP, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പള്ളിയുടെ നിർമ്മാണം വേഗത്തിൽ നടന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കവും. കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.